നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഓരോ ദിവസവും ആത്മീയമായി നാം പരാജയപ്പെടാതെ ജയകരമായി ജീവിപ്പാൻ ആവശ്യമായ വചനങ്ങൾ തന്ന് ദൈവം നമ്മെ നടത്തുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ വചനഭാഗത്തേക്ക് കടന്നു വരികയാണ്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അതിലൊരു പുതിയ പരിഭാഷയാണ് ഞാനിവിടെ വായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ആത്മാർത്ഥമായ സ്നേഹത്തിലൂടെയും ഞങ്ങളുടെ നിർമ്മല ജീവിതത്തിലൂടെയും വിവേകത്തോടെയുള്ള പെരുമാറ്റത്തിലൂടെയും ക്ഷമാശീലത്തിലൂടെയും ദയയിലൂടെയും ഞങ്ങൾ ആരാണെന്ന് തെളിയിച്ചു. പൗലോസ് ഈ 6-ാം അധ്യായത്തിൽ താൻ നേരിട്ട വൈഷമ്യങ്ങളാണ് അവിടെ ഓർപ്പിക്കുന്നത്. ക്രിസ്തീയ ശുശ്രൂഷയുടെ മുഖത്ത് അത് പട്ടുമത്തയായിരുന്നില്ല. ക്രൂശിൻ്റെ മാർഗം താൻ തിരഞ്ഞെടുത്തപ്പോൾ അനവധി കഷ്ടങ്ങൾ തനിക്ക് നേരിടേണ്ടതായി വന്നു. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം അല്ലെങ്കിൽ അപവാദം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആരുടെയും പാതയിൽ തടസ്സമുണ്ടാക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന സകലത്തിലൂടെയും ദൈവത്തിൻ്റെ യഥാർത്ഥ ശുശ്രൂഷകന്മാരെന്ന് ഞങ്ങൾ എന്ന് തെളിയിക്കുന്നു. കഷ്ടതകളും ഞെരുക്കങ്ങളും എല്ലാവിധത്തിലുമുള്ള വിപത്തുകളും ഞങ്ങൾ ക്ഷമയോടെ സഹിച്ചു. സഹിഷ്ണുത തൻ്റെ ജീവിതത്തിൽ താൻ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടയായി. ക്രിസ്തീയ ജീവിതം അത് വിജയിക്കണമെങ്കിൽ സകല നന്മയുടെയും മൂലമായിരിക്കുന്ന ഭക്തിയുടെ അടിസ്ഥാന ഘടകമായിരിക്കുന്ന സഹിഷ്ണുത എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ സഹിഷ്ണുത എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ഒരിക്കലും വരണ്ടു പോകാത്ത ഫലം, കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത കോട്ട, കൊടുങ്കാറ്റേശാത്ത തുറമുഖം, മാത്രമല്ല സകല നന്മയുടെയും റാണി, സൽപ്രവൃത്തിയുടെ അടിസ്ഥാന കല്ല്, യുദ്ധത്തിൽ സമാധാനം, കൊടുങ്കാറ്റിൽ ശാന്തത, ആപത്തിൽ സുരക്ഷിതത്വം. ഇത് കാഠിന്യത്തെ ഉടയ്ക്കുവാൻ കഴിയുന്ന ധൈര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ദീപമാണ്. അദൃശ്യമായ വിഷയങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാനുള്ള തൻ്റെ ഇടമാണ്. കഷ്ടതയെ രൂപാന്തരപ്പെടുത്തി ശക്തിയും തേജസ്സും ഉള്ളതുമാക്കി തീർക്കുന്ന രസമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. വിജയപ്രദമായ സഹിഷ്ണുതയെ പ്രായോഗികമാക്കിയ 3 കാര്യങ്ങൾ വീതമുള്ള 3 വിഭാഗം വിഷയങ്ങളെക്കുറിച്ചാണ് കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 3 മുതലുള്ളതായ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ആന്തരിക സമ്മർദ്ദങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. നമ്മെ കഠിനമാക്കി ഞെരുക്കുന്ന അനുഭവങ്ങളുണ്ട്. ശാരീരിക മാനസിക വേദനകളാൽ ഞെരുക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. എന്നാൽ സഹിഷ്ണുത അതിന്മേൽ ജയഭേരി മുഴക്കും. ജീവിതത്തിലെ അടിയന്തിരമായ അടിസ്ഥാന ആവശ്യങ്ങളാൽ ഞരകുന്ന അവസ്ഥ ഉണ്ടാകും. ചില ആവശ്യങ്ങൾ നമുക്ക് അവഗണിക്കാം. എന്നാൽ അടിയന്തിരമായ കാര്യങ്ങൾ വരുമ്പോൾ നട്ടം തിരിയുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. അവിടെ നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായിട്ടുള്ള ആ സഹായത്താൽ ചിലത് തെളിയിക്കപ്പെടുകയാണ്. പൗലോസ് അതാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിവിധ തരത്തിലുള്ളതായ ഫലങ്ങൾ തന്നിൽ നിന്ന് പുറപ്പെടുകയാണ്. മാനസികമായി നൽകപ്പെടുന്ന കഴിവുകളാണിവിടെ. അവയാണ് നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ. നിർമ്മലത എന്ന് പറഞ്ഞാൽ ഒരുവനെ ദൈവസാന്നിധ്യത്തിലേക്ക് നയിക്കുന്നതാണ്. പരിജ്ഞാനം ചിലർ പ്രദർശിപ്പിക്കുന്ന കുരുട്ടുബുദ്ധിയല്ല, ഒരു ദൈവവേദൻ്റെ ജീവിത നിലവാരമാണ്. ഒരുവൻ ഒരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാലും വിട്ടുകൊടുക്കാതെ വിജയത്തിനായി അക്ഷീണം യത്നിക്കുവാനുള്ള ഉൾപ്രേരണയാണ് ദീർഘക്ഷമ. ദൈവത്താൽ നൽകപ്പെടുന്ന ആന്തരിക ഗുണവിശേഷങ്ങളാണ്. ഒരുവൻ്റെ വേദന തൻ്റേതായി ഏറ്റെടുത്ത് അതിന് അനുസൃതമായി പ്രതികരിക്കുന്നതാണ് ദയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ദൈവീയമായ സ്വഭാവ ഗുണങ്ങളിലൂടെ അപവാദങ്ങൾ പറയുന്ന, കഷ്ടതകൾ സമ്മാനിക്കുന്ന, ദുഷിക്കുന്ന വ്യക്തികളുടെ നടുവിൽ
തങ്ങൾ ആരാണ് എന്ന് പൗലോസ് പറയുക, ഞങ്ങൾ തെളിയിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മഫലങ്ങൾ പ്രകോപനപരമായ അന്തരീക്ഷത്തിൽ ദുഷിക്കുന്നവരും നിന്ദിക്കുന്നവരും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമായ വ്യക്തികളുടെ നടുവിൽ വാക്കുകൊണ്ടോ നാവുകൊണ്ടോ അല്ല, പ്രവൃത്തിയിലൂടെ പൗലോസ് പറയുക തെളിയിക്കുകയാണ് ഞങ്ങൾ ആരാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവസ്നേഹമാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ജീവിതത്തിൻ്റെ നിർമ്മലതകൾ നഷ്ടപ്പെടാതെ വിവേകത്തോടുകൂടെ പെരുമാറുവാനായിട്ട് കഴിയണം. ക്ഷമാശീലത്തിലൂടെയും ദയയിലൂടെയും നമ്മൾ ആരാണ് എന്ന് തെളിയിക്കുവാനായിട്ടിടയാകണം. ഞാൻ അവരെ പോലെ പ്രവർത്തിക്കും എന്ന് നാം തീരുമാനിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടുകയാണ്. നമുക്ക് അവരെ പോലെ ആകാൻ കഴിയില്ല, നമുക്ക് കർത്താവിനെ പോലെ ആകാം. ആ കർത്താവിൻ്റെ തേജസ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ തേജസ്സിൻ്റെ മേൽ തേജസ് നാം പ്രാപിച്ച് ക്വാളിറ്റി ഉള്ളവരായി, ഗുണനിലവാരമുള്ളവരായി നമ്മൾ ആരാണ് എന്ന് ദൈവം തെളിയിക്കുവാനിടയാകും. നമ്മൾ ആരാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്വഭാവത്തിലൂടെയാണ്. അത് ദൈവീയ സ്വഭാവം നമ്മിലൂടെ കാഴ്ചവെച്ച് എതിർക്കുന്നവരുടെ നടുവിൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ ദൈവത്തെ ഭരമേൽപ്പിച്ച് നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. കള്ളയപ്പോസ്തലന്മാരെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അത്തരം വ്യക്തികളെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചവർ, അവർ ഇടർച്ച കല്ലുകളായി നിൽക്കുമ്പോൾ പൗലോസ് അതിലൊന്നും തട്ടി വീഴാതെ വണ്ണം മുൻപോട്ട് പോകാൻ കാരണം തൻ്റെ പെരുമാറ്റത്തിലൂടെ താൻ ക്രിസ്തുവിൻ്റെ ദാസനാണ് എന്നുള്ളത് തെളിയിക്കുവാനായിട്ടിടയായി. ക്രിസ്തീയ ജീവിതത്തിൽ സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോകാതെ, ക്ഷിപ്രകോപികളാകാതെ, പെട്ടെന്ന് പ്രതികരിക്കാതെ, അവിവേക ചിന്തകൾക്ക് അടിമയാകാതെ, മറ്റുള്ളവരുടെ വികാരത്തെ വിവേകം കൊണ്ട് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.